സ്റ്റാർ മാജിക്കിന്റെ പ്രൊഡ്യൂസറായ അനു രേണു ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു. രേണു ചേച്ചി അത് നിരസിച്ചു. അക്കൗണ്ടൻസിയാണ് പറഞ്ഞത്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാനും പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. കണക്കിന്റെ ABCD അറിയാത്ത ഞാനാണ്. ചേച്ചിക്ക് അത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് ചേച്ചി അത് നിരസിച്ചു. ചേച്ചിയുടെ മരിച്ച സമയമാണ്, ഒന്നാമത് ടെൻഷനാണ്. അപ്പൊ അതിന്റെ കൂടെ കണക്കോ തൊപ്പിയോ അറിയാത്ത ഞാൻ ഇതൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോത്തേ ഉള്ളൂ. ഞാൻ ആ കമ്പനിയും കൂടെ പൂട്ടിപ്പോവും. എന്തിനാ വെറുതെ ഇത്രേ പറഞ്ഞു. അനു കിച്ചുനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ. എല്ലാവർക്കും നമ്മളെന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും അവരുടെ ആവശ്യം ഉണ്ടല്ലോ. ചുവള്ള പഠിത്തത്തിന്റെ തിരക്ക്, എല്ലാവരും അവനവന്റെ തിരക്കിലാണല്ലോ. അപ്പൊ ആരോടും പരാതിയോ വരുമ്പോ ഒന്നുമില്ല. സുചേട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. ആ ഒരു സ്റ്റാർ മാജിക് ഷോ ഈ അടുത്തിടെ സംപ്രേഷണം നിർത്തി. വാർത്ത അറിഞ്ഞപ്പോ എന്താ തോന്നിയത് രണ്ടുപേർക്കും? ഒന്നും തോന്നിയില്ല. സുചേട്ടൻ മരിച്ച പിന്നെ ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ടില്ല. നമുക്കത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അമ്മയും ദാസേട്ടൻ കോഴിക്കോട്, പുള്ളിക്കാരനും കൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയിക്കുമല്ലേ രണ്ടുപേരും? റിപ്ലൈ കേട്ടോ, അതാണ് അവിടെ റിപ്ലൈ. ഗ്രേറ്റ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത് രേണു സുധിയും സുധിച്ചേന്റെ മകനായ കിച്ചുവുമാണ്. നമസ്കാരം. എന്താ പറയാ, ഒരുപാട് നാളായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമാണിത്. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണുക എന്നുള്ളത്. കാരണം ഒരുപാട് ഊഹാപോഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതായത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചേച്ചിയാണെങ്കിലും ഒന്ന് പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടോ ആ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞെട്ടിയിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയാ, കിച്ചു അത് കണ്ടിട്ട് എന്നാ ഇതെന്താ ഇത്രയൊക്കെ, അങ്ങനെ ഒരു ഞെട്ടലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ കാണും. അങ്ങനെ കമന്റ് അങ്ങനെ ഒന്നും വായിക്കാറില്ല. അവനൊന്നും വായിക്കാറില്ല കമന്റ്. ഇന്നല്ല, പണ്ടേ അങ്ങനല്ല കിച്ചു. കിച്ചു എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കമന്റ് വരും. കിച്ചു തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ മരിച്ച് കുറച്ചാണ്, അമ്മ എന്തിനാ ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യത്തില്ലോ, അമ്മ മൈൻഡ് ചെയ്യാതെ. ഇങ്ങനെ നോക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് പ്രശ്നം. മൈൻഡ് ചെയ്യണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് പറയുന്നുണ്ടായിരുന്നല്ലോ. സുധിച്ചേട്ടനും ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിലും രണ്ടുപേരുടെയും ടിക്ടോക്ക് ഒക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന കിച്ചു ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? ആ, പണ്ട് ടിക്ടോക്ക് ഉള്ള ടൈമിൽ കേട്ടാ. അതെ. കിച്ചു പ്രായപൂർത്തിയൊന്നും ആകാത്ത കുട്ടിയായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞങ്ങളോട് സാറ്റ് കളിക്കും, ഞങ്ങള് ഓടിച്ചിട്ടുപിടുത്തം കളിക്കും പണ്ട് ഇവര് വന്ന സമയത്തെ. പിന്നെ ഞാനും കിച്ചു സുചേട്ടനും പിന്നെ ഞങ്ങളുടെ കസിൻസും ആയിരുന്നു കളിയൊക്കെ. നല്ല രസമായിരുന്നു ആ സമയം. അന്ന് കിച്ചു കുഞ്ഞല്ലേ, അങ്ങനെയായിരുന്നു. അത് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരി അതെ പക്വതയാണ്, ഞാൻ ഇനി അങ്ങനെയൊന്നും കളി ചിരിയിലൊന്നും പറ്റില്ല, അങ്ങനെ ആയതാണോ? അതെ. അപ്പോ പിന്നെ ഈ പറഞ്ഞതുപോലെ അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ജീവിച്ചിരുന്ന ടൈമിൽ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അവസാനം അച്ഛൻ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നിങ്ങൾക്കത് എന്താ പറയാ, ആ ഒരു ആഗ്രഹം സാധ്യമായി കിട്ടുന്നതല്ലേ? അപ്പൊ ഫസ്റ്റ് ടൈം ഈ ഒരു വീട്ടിലേക്ക് കയറിയപ്പോ കിച്ചുവിന് എന്താ തോന്നിയ? കൊള്ളാം, നല്ല രീതിയിൽ. പക്ഷെ അച്ഛനില്ലാത്തതിന്റെ ഇത് മാത്രമാണ്. അതെ, കാണാൻ അച്ഛനും കൂടി വേണമായിരുന്നു എന്നുള്ള. അന്ന് ഏട്ടൻ മരിച്ച സമയത്ത് ഇവൻ അത് പറഞ്ഞിട്ടാണ് സങ്കടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞമ്മ, ഞാനാണെങ്കിൽ ഇനി എന്തോ ചെയ്യും, അനിയനെ അമ്മ എല്ലാരും നോക്കണം, വീടില്ല, എന്തോ ചെയ്യുന്ന പറഞ്ഞാണ് കിച്ചു എന്ന കാര്യം. അല്ല കിച്ചു എൻ്റെ അടുത്ത് അതാണ് സംസാരിച്ചത്, ആദ്യം സംസാരിച്ചതാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ. ഇപ്പൊ ഇവരെല്ലാം വീടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര എന്നോട് സംസാരിച്ചതാണ് അവൻ കേട്ടോ. അന്ന് ആ സമയത്ത് ഇപ്പൊ വീട് തരുമെന്ന് പറഞ്ഞപ്പോ അവന് ഭയങ്കര മനസ്സിന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയതാണ് കിച്ചുവിനോടെന്ന് പറഞ്ഞത്. അതെ അല്ലേ? അപ്പം ഈ അന്ന് അതായത് ഈ പറയുന്ന പോലെ സുധിച്ചേട്ടന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇന്ന കുറച്ച് സഹപ്രവർത്തകരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലക്ഷ്മി നക്ഷത്ര ആണെങ്കിലും പെങ്ങളാണ്, അത്രയും കാര്യമായിട്ടൊക്കെയാണല്ലേ നിന്നത്. അതിനുശേഷം എങ്ങനെയാ നിങ്ങളെ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഫ്രീ ആകുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കിച്ചുവിനും മെസ്സേജ് അയക്കാറുണ്ടല്ലോ, മെസ്സേജ് അയക്കാറുണ്ട്. അതെ, അങ്ങനെയാണ്. ഇവിടോട്ടേക്ക് വന്നിട്ടുണ്ടോ? വീട്ടിലേക്ക് ഇതിന് മുന്നേ കീർത്താമസത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തിരക്കാണല്ലോ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കാണ്.
നിങ്ങളുടെ ക്ഷണിച്ചില്ലേ വീട്ടിലേക്ക് വന്നു? എല്ലാവരും ക്ഷണിച്ചതാണ്. ആണ്. അവര് പിന്നെ ഒരു ദിവസം വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടെ വരാനിരിക്കുവാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അറിഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ ഒരു നമ്മളിങ്ങനെ കേട്ടതാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ്. സ്റ്റാർ മാജിക്കിന്റെ പ്രൊഡ്യൂസറായ അനു, അദ്ദേഹം രേണു ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു. എന്നിട്ട് രേണു ചേച്ചി അത് നിരസിച്ചു എന്നാണ് ഞങ്ങൾ കേട്ടത്. അതായത് ജോലി വാങ്ങിച്ച് നൽകിയത് ചേച്ചി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ലായിരിക്കും അനുപേട്ടൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കൗണ്ടൻസി ആണ് പറഞ്ഞത്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട്. പക്ഷെ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, പഠിച്ചത് +2. എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാനും പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. കണക്കിന്റെ ABCD അറിയാത്ത ഞാനാണ്. കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. സോ അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ കണക്കൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്? അത്രേ പറഞ്ഞുള്ളൂ, അതേ ഉള്ളൂ. എനിക്കത് പേടിയാട്ടോ. ഒന്നാമത് ടെൻഷനാണ്. സുചിറ മരിച്ച സമയമാണ്, ഒന്നാമത് ടെൻഷനാണ്. അപ്പൊ അതിൻ്റെ കൂടെ കണക്കോ തൊപ്പിയോ അറിയാത്ത ഞാൻ ഇതൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോത്തേ ഉള്ളൂ. ഞാൻ ആ കമ്പനിയും കൂടെ കൂട്ടിപ്പോ, എന്തിനാ വെറുതെ. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത്. അതെ. ഇപ്പൊ നാട്ടുകാർ പറഞ്ഞ് ഞാൻ എന്ത് പറയാനാ, ഇതൊക്കെ പറയുന്നു. ആ ഒരു ജോലി ഓഫർ ചെയ്ത കാരണം കിച്ചു അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല. അനൂപ് അദ്ദേഹം കിച്ചുനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ, വിളിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും തിരക്ക് കാര്യങ്ങളാണല്ലോ, എല്ലാവരും തിരക്ക്. ഇപ്പം കിച്ചു ആണല്ലോ പഠിത്തത്തിന്റെ തിരക്ക്, ഞാനാണല്ലോ എന്റെ ഇപ്പോഴത്തെ ഈ അഭിനയം കാര്യങ്ങൾ തിരക്ക്, അവരവരുടെ കാര്യങ്ങൾ തിരക്ക്. എല്ലാവരും അവനവന്റെ തിരക്കിലാണല്ലോ ഓടുന്നത്. അത് അപ്പൊ ആരോടും പരാതിയോ വരുമ്പോ ഒന്നുമില്ല. തിരക്കൊക്കെ കഴിഞ്ഞവര് വരും, പിന്നെ വല്ലപ്പോഴും വിളിക്കും, സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ വേറെ നേരെ ചോദിക്കാൻ കാരണം വെച്ചാല്, കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഞാൻ കണ്ടായിരുന്നു. കാരണം ചേച്ചിക്ക് അത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് ചേച്ചി അത് നിരസിച്ചു. ആ കാര്യം വ്യക്തമായില്ലേ? ഇതാണ് സംഭവിച്ചത്. അതെ. ഈ തരത്തിൽ അമ്മയ്ക്ക് നല്ലൊരു ജോബ് ഓഫർ വെച്ച്, അതായത് ജോബ് ഓഫർ കൊടുത്തിട്ട്, ജോബ് അങ്ങനെ കൊടുത്തിട്ട് പോലും അമ്മ അത് നിരസിച്ചു. അത് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാള് അതങ്ങനെ വന്നൊരു പൊതു ഇടത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം നെഗറ്റിവിറ്റി അമ്മയ്ക്ക് വരിക. അപ്പം അത് കേട്ടപ്പോ കിച്ചുവിന് എന്തെങ്കിലും തോന്നിയിരുന്നോ? കേട്ടില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യും, അത്രേ ഉള്ളൂ. അതേ അവൻ പറയത്തില്ല. അമ്മയുടെ ഇഷ്ടം, അമ്മയ്ക്ക് ഏതാ ഇഷ്ടം ജോലി അമ്മ ചെയ്തോളൂ, അവൻ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. അങ്ങനെയാണ് ഈ ഒരു തരത്തിൽ. ഇപ്പം കാരണം കിച്ചുവിനേക്കാൾ കൂടുതൽ കിച്ചുവിനെ എനിക്കറിയാൻ തോന്നുന്നു, അവന്റെ കാര്യം ഞാൻ അതെ. ഈ തരത്തില് അമ്മയും ദാസേട്ടൻ കോഴിക്കോട് പുള്ളിക്കാരനും കൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഡയറക്റ്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് ഇല്ല അല്ലേ ചേച്ചി? ഇതില് വന്ന കമന്റുകളിൽ എന്തോ ഭയങ്കരമായിട്ട് ഇരുവരെയും ചേർത്ത് ഭയങ്കര മോശമായിട്ടൊക്കെ കമന്റ് വന്നു. അതിനെതിരെ ഇപ്പൊ കേസും കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞപ്പോ എന്താ തോന്നിയേ? കേസ് കൊടുക്കണം, അത് തന്നെ അല്ലേ കൊടുക്കണം. അങ്ങനെയാണ് അത്. ഈ തരത്തിൽ ഇവരെ രണ്ടുപേരെയും മോശമായിട്ട് ചിത്രീകരിക്കുക, അതിനോടൊക്കെ എന്താ കിച്ചുവിന്റെ അഭിപ്രായം? അവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കുകയല്ലേ രണ്ടുപേരും? റിപ്ലൈ കേട്ടോ, അതാണ് ഇവിടെ റിപ്ലൈ. ഗ്രേറ്റ്, സൂപ്പർ റിപ്ലൈ. ഞാൻ അത്ര പറഞ്ഞിട്ടോ, അവർ രണ്ടും അഭിനയിക്കുമല്ലേ, പിന്നെ ആർക്കാണ് പ്രശ്നം? അതെ. ഏറ്റവും എനിക്ക് തോന്നുന്നു ചേച്ചി എന്താ പറയാ, കിച്ചു മനസ്സ് നിറഞ്ഞ വാക്കിലെ പറയുന്നുള്ളെങ്കിലും അതിലങ്ങ് തൃപ്തിപ്പെടുക. അത് അമ്മയെ ഭയങ്കര അടുത്തറിഞ്ഞ മകനല്ലേ? തീർച്ചയായിട്ടും. ഒരു 6-7 വർഷമായില്ലേ, അടുത്തറിഞ്ഞ മകനാണ്. അപ്പൊ അവന് നന്നായിട്ട് അറിയാം. ഏത് വാക്ക് പറഞ്ഞ അമ്മയ്ക്ക് അവിടെ അപ്പ എനിക്കറിയാൻ പറ്റും. അവനും അങ്ങനെ തന്നെയാണ്. അതെല്ലേ. ഇപ്പം ഈ മറ്റുള്ളവരുടെ മുന്നേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാണ് സോഷ്യൽ മീഡിയ കാണിക്കുന്ന അമ്മയും നമ്മൾ എന്തിനാണ് കാണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഋതുകുട്ടൻ ഇതുപോലെ എന്താ പറയാ, കിച്ചനെ മാറി നിൽക്കുന്നതിന്റെ വിഷമമുണ്ടോ? ജീവനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കാരണം കിച്ചു പഠിച്ചു കഴിഞ്ഞ് അവധിക്ക് വരുമ്പോഴേ ഇവിടെ വീട്ടിൽ വരുമ്പം അവന്റെ ഒരു സന്തോഷം ഇവിടെ തുള്ളി. ഇന്നലെ അമ്മ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പറയുന്നിട്ട് ഇവൻ വരുന്നെന്ന് പറഞ്ഞപ്പോ തുള്ളിച്ചാട് വരെ ചെറുക്കൻ, കിച്ചു ചേട്ടൻ. അതുപോലെ തന്നെ ഇവനും അങ്ങനെ തന്നെ. അവര് രണ്ടുപേരിലേ ഉള്ളു സഹോദരങ്ങൾ. അവർക്ക് ജീവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ സങ്കടമുണ്ട്. അവൻ ഈ ചേച്ചിയുടെ മക്കളൊക്കെ ആയിട്ട് കൂട്ടാണ്. ഇവര് ഏജ് ഡിഫറെന്റ് ആണല്ലോ, ഒരു 15 വയസ്സിനോ 14 വയസ്സിനോ മൂത്താണ് കിച്ചു. അപ്പൊ ഏജ് ഡിഫറെന്റ് ആയതുകൊണ്ട് പിന്നെ ഈ പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ ഫീലിങ്സ് ഇല്ല. എന്നാലും കുഞ്ഞല്ലേ, അവൻ ഇടയ്ക്ക് വിളിക്കും. ഇവർ സംസാരിക്കുമ്പോഴൊക്കെ പറയും, കിച്ചു ചേട്ടൻ എന്നാ വരുന്നേ എന്നൊക്കെ ചോദിക്കും. കിച്ചേട്ടാൻ തന്നെ വിളിക്കല് അല്ലേ? ഓ ഓക്കെ. അതിന് ശേഷം കൊല്ലത്തെ ഫാമിലിയായിട്ട് എങ്ങനെയാ ഋതു, എങ്ങനെയാ അടുപ്പം? അവനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാനിപ്പൊ ഈ ഇന്നലെയാണ് പിന്നെ ചേട്ടത്തിയോട് പറഞ്ഞ, ചേട്ടത്തി
ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയാം അങ്ങോട്ട് വരണം കാണും. അപ്പൊ ഏടത്തിനോട് എന്റെ പൊന്നിനോട് ഞങ്ങൾക്ക് അവനെ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ജോലി തിരക്ക്, എല്ലാവരും ഉദ്യോഗസ്ഥരാണ് അവര്. ഇപ്പൊ അമ്മയ്ക്കാണ് ഒറ്റയ്ക്ക് വരാൻ പറ്റും, അമ്മയ്ക്ക് വയ്യാത്താണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു രേണു എങ്ങനെയാണെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് കുഞ്ഞിനെ കാണും. ഇന്നലെ ഇപ്പം മോൻ്റെ അടുത്ത് കുഞ്ഞിനുള്ള ഡ്രസ്സെല്ലാം കൊടുത്ത് വിട്ടേക്കുന്നത്. ഇപ്പൊ എന്നോട് ഇപ്പൊ മെസ്സേജ് അയച്ചതുള്ളൂ കിട്ടിയോ, ഞാൻ പറഞ്ഞ കിട്ടിയ എടുത്തി എല്ലാവരും ഭാഗമാണ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് കുറെ ദിവസമായി മേടിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് രേണു എന്ന് പറഞ്ഞു. എല്ലാം നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ എന്തുണ്ടെങ്കിലും പറയും കേട്ടോ. അടുത്തടുത്ത് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു സിനിമ ചെയ്യാനുള്ള അടുത്ത് ഞാനിവിടെ ലൊക്കേഷനിലാണ്, ഇന്ന പോലൊക്കെയാണ് ഇന്ന വേഷം, നന്നായിട്ട് വരട്ടെ രേണു, എല്ലാം നന്നായിട്ട് വരട്ടെ എന്നേ പറയത്തുള്ളൂ. ഇപ്പൊ അണ്ണനോടാണ് ഞാനൊരു നാടകത്തിന് പോയപ്പോ, അണ്ണൻ എന്ന് പറഞ്ഞാൽ സുചേട്ടന്റെ ചേട്ടൻ, അണ്ണൻ എന്നാണ് ഞാൻ വിളിക്കണത് സുചേട്ടൻ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു നാടകത്തിന് പോയപ്പോ ഒരു കൂട്ടുകാരനെ കണ്ട് സുചേട്ടന്റെ ചേട്ടൻ. അപ്പൊ എന്നോട് ഓടി വന്നിട്ട് സുനിലിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ വിളിച്ചു തരാന്ന്. ഞാൻ അന്നേരം വിളിച്ചിട്ട് അണ്ണ രേണു പറ. ഞാൻ പറഞ്ഞു ഞാനിവിടെ നാടകത്തിന് ആണോ, നന്നായിട്ട് പോകുന്നത്, നന്നായിട്ട് കൂട്ടുകാരൻ്റെ കൊടുത്തു. അപ്പം അണ്ണൻ പറയുന്നത് എനിക്ക് 9 മണി കഴിഞ്ഞാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ, കൊല്ലത്തായിരുന്നു നാടകം, അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടേനെ എന്ന് പറയുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറയുന്ന മനുഷ്യർ പറയുന്ന പോലെ ഒന്നുമല്ല സത്യങ്ങൾ. അപ്പം കിച്ചുവിന്റെ വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ചെലവൊക്കെ ആരാ? അമ്മയുടെ ഫ്ലവേഴ്സ് ആണല്ലോ, അത് അറിയാവുന്നതാണല്ലോ. ഫ്ലവേഴ്സ് ആണ് അവനെ പഠിപ്പിക്കുന്നത്. അതെ, ഫ്ലവേഴ്സ് ആണ് അവന് അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. ഒരുപാട് താങ്ക്സ് കേട്ടോ, ഫ്ലവേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ, ഇത്രയും വലിയ ഒരു വിദ്യാഭ്യാസം കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം സൂചന ഉണ്ടായിരുന്ന ഒരു പക്ഷേ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഏട്ടനില്ലാത്ത ഈ അസാന്നിധ്യത്തിൽ അവർ കാണിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്, ഉപകാരം. ഈ പറയുന്ന പോലെ സുചേട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. അപ്പം ആ ഒരു സ്റ്റാർ മാജിക് ഷോ ഈ അടുത്തിടെ സംപ്രേഷണം നിർത്തി. അപ്പം ആ ഒരു വാർത്ത അറിഞ്ഞപ്പോ എന്താ തോന്നിയ രണ്ടുപേർക്കും? നീ പറഞ്ഞോ? അല്ല പറഞ്ഞു, പറഞ്ഞായിരുന്നു. ചാനലാകുമ്പോ പ്രോഗ്രാം ഉണ്ടാകും, ചിലപ്പോ നിർത്തും. അതിനകത്ത് നമുക്ക് എന്ത് തോന്നാൻ? അല്ല, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷെ തോന്നിയേനെ. കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചവനെ ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ടില്ല. നമുക്കത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ പ്രോഗ്രാം ഇതുകൊണ്ട് മോശമെന്നല്ല, ഒരിക്കലും അല്ല, നല്ല പ്രോഗ്രാമാണ്. നമുക്കത് അന്നം തന്ന പ്രോഗ്രാമാണ്, നമ്മൾ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അപ്പം ആ പ്രോഗ്രാം നിർത്തുന്നത് ചിലപ്പോൾ അവരുടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. നമ്മൾ അതിനകത്ത് ആർട്ടിസ്റ്റ് അല്ലല്ലോ. നമ്മുടെ ആർട്ടിസ്റ്റ് അതിനകത്ത് ആർട്ടിസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ് ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. സോ അപ്പം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ അറിയില്ലടാ, ഒന്നും തോന്നിയില്ല. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ലോണം സഹകരിച്ചുകൊണ്ടിരുന്ന സുധിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഒരു മരണശേഷം ഡിസ്റ്റൻസ് ഇട്ട് പോവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് അന്ന് അതിപ്പോ സുധിച്ചേട്ടനോടല്ലേ സഹകരിക്കുന്നവര്. ഇപ്പൊ പറഞ്ഞല്ലോ, സുധിച്ചേട്ടൻ ജീവനോടുള്ളപ്പം സുധിച്ചേട്ടനോട് സഹകരിച്ച ഫ്രണ്ട്സ് നമ്മളോടാകും സുധിച്ചേട്ടനോട് സഹകരിച്ചോ. എനിക്ക് സുധിച്ചേട്ടനോട് സഹകരിക്കാൻ സുധിച്ചേട്ടൻ ഇല്ലല്ലോ. അന്ന് പറഞ്ഞ നമ്മളോട് ഇപ്പൊ അധികം സഹകരിക്കണമെന്നില്ലല്ലോ, അങ്ങനെയും വരാം. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ, നമ്മളോട് സഹകരിക്കണമെന്നില്ലല്ലോ. അത്രേ ഉള്ളൂ ഇതിനുള്ള. ഒരു ആരുടെയെങ്കിലും ഒരു അതായത് ഇടപെടലിൽ ഒരു മാറ്റം തോന്നിയിട്ടുണ്ടോ സുധിച്ചേട്ടന്റെ മരണത്തിന് മുൻപും പിൻപും? അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഇല്ല. അധികം കിച്ചുവിന് എന്താ തോന്നിയിട്ടുള്ളത്? അച്ഛന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ മരണത്തിന് മുമ്പ് ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു മാറ്റം ഫീൽ ചെയ്തു? എല്ലാവർക്കും നമ്മളെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാവർക്കും അവരുടെ ആവശ്യം ഉണ്ടല്ലോ. അതിന് ആ ഒരു അങ്ങനെ സമയത്ത് അവരെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ, ആ മരിച്ച സമയം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് നിന്ന സമയമാണ്. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർക്കൊക്കെ ഒരുപാട് നന്ദി, അവരവരുടെ കടമ ചെയ്തു. ഈ പറയുന്ന പോലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ളതാണ് മക്കളുടെ വിദ്യാഭ്യാസം പോലെ തന്നെ അവരുടെ ഭാവി കാര്യങ്ങൾ, അതായത് കല്യാണം, അവര് പിന്നെ ഭാവിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. കിച്ചുവിന്റെ കാര്യത്തില് എങ്ങനെയാ ചേച്ചിക്ക്? അതായത് ശരിയാണ് 20 വയസ്സായിട്ടുള്ളൂ, പക്ഷെ എന്നാലും എന്താ ചേച്ചിയുടെ ഒരു ആഗ്രഹം കിച്ചുവിന്റെ കല്യാണം? കിച്ചുവിന്റെ ഇഷ്ടം അതാണ്. കിച്ചുവിന്റെ അച്ഛനുള്ളപ്പോഴും കിച്ചുവിന്റെ അച്ഛനെ ഞങ്ങളെ രണ്ട് സംസാരിക്കാൻ പറയാം, അവന്റെ ഇഷ്ടമാണ് കല്യാണം ആണെങ്കിലും എന്തായാലും അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യട്ടെ. എല്ലാ സപ്പോർട്ടും അമ്മ എന്ന നിലയിൽ ഞാനുണ്ട്, എല്ലാ സപ്പോർട്ടും. പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടി, എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചേച്ചി? ഹാപ്പി ആയിട്ട് നിലവിളക്ക് കത്തിച്ചു കൊടുത്ത്, ഞാനല്ലേ അമ്മ, നിലവിളക്ക് കത്തിച്ചു കൊടുത്ത് കുട്ടീനെ സ്വീകരിക്കും കിച്ചുവിനെയും. അതാണ് 100%. കിച്ചു ഹാപ്പി ആയോ? പിന്നെ കേട്ടപ്പോ ഹാപ്പി ആയോ? ആരെയും കണ്ടുവെച്ചോ? ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? ഞങ്ങള് ഹാപ്പിയാണ്. അവന്റെ തീരുമാനത്തിന് ഞങ്ങൾ ഒരു എന്താ പറയാ, ഒരു എതിർ അഭിപ്രായവും ഞങ്ങൾ പറയാറില്ല. അതായത് റിവീൽ ചെയ്യാറായിട്ടില്ല, അങ്ങനെയാണോ? ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല ഇതുവരെ. ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ഇങ്ങനെ സർപ്രൈസ്. അതായത് ഇല്ല, അതിലുണ്ട്, ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടി, അത് പറയില്ല എന്നുള്ളതാണ് അല്ലേ?
ഉണ്ടില്ല. ഏയ് ഏയ് കിച്ചു എല്ലാരും സീക്രട്ട് കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെ വെക്കത്തുള്ളൂ. അതൊരു നല്ല സ്വഭാവമാണ്. കാരണം സീക്രട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യം നമുക്കൊന്നും പലപ്പോഴും പറ്റും. എനിക്ക് എന്നെ സംബന്ധിച്ച് പറ്റില്ല, അറിയാതെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോകും. അത് പക്ഷെ അത് നമുക്ക് വിനയായിട്ടേ വരത്തുള്ളൂ. കിച്ചുവിനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലേ? നീ എന്താ പറഞ്ഞത്? അപ്പുറത്താണ്. ഓക്കെ, അവനത് വേറെ പറഞ്ഞു. ഓക്കെ, കിച്ചുവിനെ സംബന്ധിച്ച് സീക്രട്ട് കീപ്പ് ചെയ്യേണ്ടടുത്ത് അവൻ മൈൻഡിൽ കീപ്പ് ചെയ്യും. അത് അവന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്.